ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ യാത്ര പോവുകയാണേ. ടൗണിൽ പോകുന്നതാണ്, വേറെ എവിടെയല്ല. പക്ഷേ ടൗണിൽ കുറേ ആവശ്യങ്ങളുണ്ട്, അതുകൊണ്ട് രാവിലെ റെഡിയായിനി. അപ്പോൾ നമ്മുടെ യാത്ര ഇങ്ങനെ തുടരാൻ പോകുമെന്ന്. അതിന് മുമ്പേ ഇല്ലേ കുറച്ച് കോപ്രായങ്ങളാണ് ഇപ്പോൾ കണ്ടത്, ചരണൂൻ്റെ അല്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ പുറത്ത് വന്നു, വാതിൽ കൂട്ടുന്ന അമ്മ ഇത് ഒരുത്ത റെഡിയായി. അപ്പോൾ നമ്മളെ ഗാഡി ബുലാരെ ഹീഹെ ഗാഡി വന്നിട്ടുണ്ട്. അപ്പോൾ ഗാഡിയിലിങ്ങനെ പോകുന്നു, നമ്മളെപ്പോൾ ഓട്ടോറിക്ഷയിൽ പിടിച്ച് പോകുന്ന. അപ്പോൾ നമ്മളെ വഴിയാണിത്. അങ്ങോട്ടൊരു ഗുഹ പോലെ കാണുന്നുണ്ടോ, അതാണ് ബൈപ്പാസിൻ്റെ അതിൻ്റെ അടിയിലേക്കൂടെ തുറന്നു വിട്ടുകൊണ്ട് നമ്മളിപ്പോൾ ഇനി അടിയിലേക്കൂടെയാണ് പോകേണ്ടത്. മേലെ റോഡ് ശരിയായ മേലെ ഭാഗത്തിൽ വേറെ ആൾക്കൊക്കെ പോയിക്കോളും, നമ്മൾ ഇതിലേക്കൂടെ ഇങ്ങനെ സഞ്ചരിക്കുക. അപ്പോൾ ഇത് ഒരു വലിയ കയറ്റം. ആ കയറ്റം ഇപ്പോൾ കുറച്ച് ലെവലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇത് പടിഞ്ഞാറേ തെരുവെന്ന് പറയും നമ്മൾ ഇങ്ങനെ ഇപ്പോൾ പോകുന്ന സ്ഥലം. അപ്പോൾ നേരെ പോയത് ഓരോന്നല്ല, നമ്മളെ സ്വന്തം റേഷൻ വാങ്ങാൻ വേണ്ടി പോകുന്നു. അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ മാസാവസാനമാണ് വാങ്ങൽ. ഇത്തവണയും ആ പതിവ് തെറ്റിയിട്ടില്ല. പക്ഷെ നാളെയാണ് മാസാവസാനം 30. പക്ഷേ ഇന്ന് 29-ാം തീയതി നമുക്ക് കുറേ ആവശ്യങ്ങളുള്ളതുകൊണ്ട് ഇന്ന് പോയി വാങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഏകദേശം കുറച്ച് ഇത്രേ ദൂരമേ ഉള്ളൂ, അടുത്ത് തന്നെയാണ്. എൻ്റെ ബൈക്കിൽ പോകാനേ ഉള്ളൂ. പക്ഷെ നമ്മൾ 3 ആളുണ്ടല്ലോ, അപ്പോൾ 3 ആൾക്ക് ശരിയാവില്ലല്ലോ. അപ്പോൾ റേഷൻ മാത്രമല്ല വേറെ ആവശ്യങ്ങളുണ്ട്, ഞാൻ മുമ്പ് പറഞ്ഞു. അപ്പോൾ നമ്മൾ റേഷൻ പൊടിയിൽ എത്തിക്കഴിഞ്ഞു. അടുത്തത് നമ്മൾ നേരെ പോകുന്ന ഒരു സ്ഥലത്താണ്. അത് നിങ്ങൾ ആ സ്ഥലം കണ്ടിട്ടുണ്ടാവും. നമുക്ക് ഒരു പോസ്റ്റ് ഓഫീസിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. പോസ്റ്റ് ഓഫീസിൽ കുറേ ആവശ്യങ്ങളുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ടൗണിൽ ഓരോ സ്ഥലം, ഇങ്ങനെ ടൗണിലെ ഹൈവേ ആണ്, നാഷണൽ ഹൈവേ. അപ്പോൾ ഇത് നമ്മൾ അങ്ങോട്ടേക്കുള്ള റോഡ്. ഈ റോഡിന് കോട്ട് റോഡ് എന്ന് പറയല്. കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ കോട്ട് റോഡ്. ഇതാണ് നമ്മളെ ബസ് സ്റ്റാൻഡ്. തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡ് കണ്ടോ. കുറേ നീല ബസ്സും ചുവപ്പുകാരിലുണ്ട്. അപ്പുറത്ത് പയ്യന്നൂരിലേക്ക് പോകുന്നത്, ഇപ്പുറത്ത് കുറേ ലോക്കൽ ഏരിയയിൽ പോകുന്ന ബസ്സുകാർ. അപ്പോൾ ഇതൊരു കോർണറാണ്. അപ്പം ഇതാണ് ന്യൂസ് കോർണർ എന്ന് പറയും. ആടെ കുറേ മാഗസീൻസൊക്കെ വെക്കും ആ ന്യൂസ് കോർണറിൽ. അപ്പോൾ നേരെ കോട്ട് റോഡ്. ഇതാണ് പെർഫെക്റ്റ് കോട്ട് റോഡിലേക്ക് പോകുന്ന റോഡ് എന്ന് പറയാം. പക്ഷേ കോട്ട് റോഡിലല്ല പോകേണ്ടത്, നമുക്ക് പോകേണ്ടത് പോസ്റ്റ് ഓഫീസ് റോഡ്. അപ്പോൾ ഇതാണ് പോസ്റ്റ് ഓഫീസ് റോഡിലേക്ക് ടേൺ ചെയ്തു. അപ്പോൾ ഇവിടെ ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട്. അപ്പോൾ വരുന്ന വിധത്തിൽ ഇവിടുന്ന് ഒരു ഓട്ടോറിക്ഷ പിടിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ നമ്മൾ നേരെ പോസ്റ്റ് ഓഫീസിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് ആ കാണുന്ന വലിയ ബിൽഡിംഗ് കണ്ടോ, അതാണ് മുത്തേട്ടു സ്കൂൾ. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മളെ പോസ്റ്റ് ഓഫീസ് വരുന്നത്, തളിപ്പറമ്പ് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ. അങ്ങനെ പോസ്റ്റ് ഓഫീസിലെത്തി അകത്ത് നമ്മൾ ഇരിക്കുന്നുണ്ട്. ഇതാ ഒരുത്തം പിന്നെ കുത്തക്കേട് തുടങ്ങിയല്ലോ. ഇങ്ങനെ ഇപ്പോൾ ഇരിക്കുന്നതെന്ന് വിചാരിച്ച കാര്യമില്ല, കുറച്ച് കഴിയുമ്പോൾ അധോഗതിയാണ്. അങ്ങനെ നമ്മൾ പോസ്റ്റ് ഓഫീസിൻ്റെ ഉള്ളിലാണുള്ളത്. അപ്പോൾ പോസ്റ്റ് ഓഫീസിലെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ച സമയമായിരുന്നുകൊണ്ട് നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോകുന്നു. പാതയം നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇവിടുത്തെ ഭക്ഷണം. അപ്പോൾ നമ്മൾ ചോറിനാൻ വേണ്ടി കയറി. ഇലയൂണാണ് പതിപോലെ. ഇലയൂണ് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളാണ്. നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇലയൂണിൽ നമ്മൾ ചോറ് കഴിച്ച ശേഷം നേരെ പോയത് KCBയിലേക്കാണ്. കറണ്ട് ബില്ല് അടക്കാൻ വേണ്ടി. ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് അക്ഷയ സെൻറ്ററിലാണ്. അക്ഷയ സെൻറ്ററിൽ കുറച്ച് പരിപാടികളുണ്ട്. അതായത് നികുതി അടക്കാനും പിന്നെ കുറച്ച് അപേക്ഷകൾക്ക് കൊടുക്കാൻ വേണ്ടി പോയതാണ് അക്ഷയ കേന്ദ്രത്തിൽ. അപ്പോൾ അങ്ങനെ അവിടെ നമ്മൾ എത്താറായി. അവിടെ അക്ഷയ സെൻറ്റർ, ഇതിപ്പോൾ സപ്ലൈക്കോ ആണ് ഇപ്പം കണ്ടത്, അതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് അക്ഷയ കേന്ദ്രം. അങ്ങനെ ഒടുവിൽ നമ്മൾ അക്ഷയ കേന്ദ്രത്തിലെത്തി. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടി നോക്കുവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു പർച്ചേസ് ഉണ്ടായിരുന്നു, ഒരു വീട്ടിൽ കൂടലുണ്ട്, അതിന് വേണ്ടി ഗിഫ്റ്റ് വാങ്ങിയിനി. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ്, ഇന്നെല്ലാ പരിപാടിയും കയ്യോടെ കഴിഞ്ഞ് അപ്പോൾ വീട്ടിലെത്തി. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ് ഇന്ന്. അപ്പോൾ ബായ്.